ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന ഒരു കിണറിനെ പറ്റിയിട്ടാണ്. നമ്മൾ ചില ആളുകളുടെ ഒക്കെ വീടിൻ്റെ മുന്നിലാണെങ്കിൽ കിണർ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ ഇതേമാതിരി മുന്നിൽ കിണർ വന്നപ്പോൾ അതിന് ഡിസൈൻ ചെയ്താണ് നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിലുള്ള കിണർ ഡിസൈൻ ചെയ്താണ് കാണിക്കുന്നത്. ഈ കാണുന്ന കേട്ടോ എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന കിണർ. അത് ഞാനിങ്ങനെ ഡിസൈൻ ചെയ്താക്കിയെടുത്തു. ഈ ചെടി വെച്ചതൊക്കെ ശരിക്കും കിണർ നിൽക്കുന്ന ഭാഗമാട്ടോ. കിണറിൻ്റെ സെൻറ്റർ ഭാഗമാണ് ചെടിയൊക്കെ വെച്ചിട്ടുള്ളത്. ആ കിണറിൻ്റെ പകുതി ഉണ്ട് ഞങ്ങോട്ട് സ്ലാബ് ഇട്ടതാട്ടോ. പകുതി കിണർ മൂടി, പകുതി അങ്ങനെ ഓപ്പണാക്കി വെച്ചും ചെയ്തു. ഈ കാണുന്ന ടൈല് കാണുന്നതൊക്കെ കിണറാട്ടോ. അതിൻ്റെ താഴെ കിണറാണ്. എൻ്റെ സിറ്റ് ഔട്ടിനോട് ചാരിയിട്ടാണ് ശരിക്കും കിണർ നിൽക്കുന്നത്. നല്ലൊരു ഭംഗി ഒരാൾ മോഡലാക്കി തന്നതാട്ടോ. അങ്ങനെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് 5 വർഷത്തോളം ആയിക്ക്. ഇങ്ങനെ പല ഡിസൈനും നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് ഉണ്ടല്ലോ, സിറ്റ് ഔട്ടിനോട് ചാരിയിട്ടാണ് കിണർ നിൽക്കുന്നത്. കിണറിൽ നല്ല വെള്ളമുണ്ട് കേട്ടോ, നല്ല തെളിയുള്ള വെള്ളമുണ്ട്. ക്യാമറയിൽ ശരിക്കും കാണുന്നില്ല. പെട്ടെന്ന് ഒരാൾക്കാർ വരുമ്പോൾ കിണറാന്ന് അറിയില്ല കേട്ടോ. ഞാനിതിൻ്റെ ചുറ്റുഭാഗത്തും ശരിക്കും ചെടിയൊക്കെ വെക്കാനുള്ളതാണ്. ഈ കിണറിൻ്റെ മുകളിൽ ശരിക്കും ചെടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ കിണറാന്ന് തീരെ അറിയില്ല. പിന്നെ അതിന് ഇരിക്കാനും വേണ്ടിയിട്ട് കിണറിൻ്റെ താഴെ കണ്ടില്ലേ, സൗകര്യമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് കേട്ടോ.